സർജിക്കൽ സ്ട്രൈക്കോ എന്ന ചോദ്യത്തിന് എൻ്റെ അഭിപ്രായത്തിൽ സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ്. കാരണം എതിരാളികൾ ആരും തന്നെ അറിയാത്ത വിധത്തിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ കോൺഗ്രസിനായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് 4-ാം തീയതിയോടുകൂടി തന്നെ കോൺഗ്രസിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ ബെന്നി ബെഹനാൻ, ഹരിഗോവിന്ദൻ, അവിടുത്തെ ഒറ്റപ്പാലത്തെ അധ്യാപക സംഘടനാ നേതാവാണ്, സരിന് സീറ്റ് ഒഴിഞ്ഞുകൊടുത്ത ഹരിഗോവിന്ദൻ, അതാണ് ഹരിഗോവിന്ദൻ്റെ പേരാണ് ആദ്യം പറഞ്ഞു കിട്ടുന്നത്. ആ ഹരിഗോവിന്ദൻ അടക്കം ഇടപെട്ടുകൊണ്ടാണ് ആദ്യം സന്ദീപുമായി സംസാരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് വി ഡി സതീശൻ, കെ സുധാകരൻ, കെ സി വേണുഗോപാൽ, വളരെ കുറച്ച് നേതാക്കൾ മാത്രം അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു ഓപ്പറേഷനാണ്. അത് കൃത്യമായി തന്നെ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ, പുറത്തേക്ക് ഒരു വിധത്തിലും വിവരങ്ങൾ എത്താത്ത വിധത്തിൽ അത് നടപ്പാക്കാൻ കോൺഗ്രസിന് സാധിച്ചു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ CPM ഇന്ന് ഞെട്ടിയിട്ടുണ്ട്. കാരണം ഇതിലൊരു തന്ത്രം അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. കാരണം ഈ BJPയോട് ഉടക്കുന്ന ഘട്ടത്തിൽ തന്നെ CPM നേതാക്കൾ വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്ന രീതിയിലുള്ള പ്രതികരണം നടത്തി. ആ പ്രതികരണത്തിന് ശേഷം സന്ദീപ് വാര്യർ മികച്ച വ്യക്തിയാണ് എന്ന പ്രതികരണം നടത്തിയ ശേഷം വന്നിരിക്കുന്ന ഒരു നീക്കമായതുകൊണ്ട് തന്നെ ഇപ്പോൾ പൂർണ്ണമായും സന്ദീപ് വാര്യർ ഒരു വർഗീയവാദിയാണ് എന്ന വാദം ഉന്നയിക്കാൻ പറ്റില്ല. കാരണം ഇന്നത്തെ ചർച്ചയിൽ പോലും CPM പ്രതിനിധികൾ ഈ വിഷയത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം. പക്ഷേ ഒരു രൂക്ഷമായ ഭാഷയിൽ MP രാജേഷ് പ്രതികരിച്ചു. പക്ഷേ അന്നും MP രാജേഷ് പറഞ്ഞിരുന്നത് നിലപാട് മാറ്റി വരികയാണെങ്കിൽ ഉറപ്പായും സ്വീകരിക്കുമെന്നുള്ളതാണ്. വർഗീയ നിലപാടുകൾ തെറ്റായിപ്പോയി എന്ന് പറഞ്ഞാൽ സ്വീകരിക്കും എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ച് മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ച് ഞങ്ങളെ പാർട്ടി വലുതാക്കലാണല്ലോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുകൂടി MP രാജേഷ് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു തിരുത്തലാണ് താൻ നടത്തുന്നതെന്ന് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ സന്ദീപ് വാര്യർ പറഞ്ഞിട്ടുണ്ട്. അത് കേവലം പറച്ചിൽ മാത്രമായിരിക്കാം, പക്ഷേ ആ പറച്ചിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് നടത്തേണ്ടതുണ്ട്. അപ്പോൾ വാർത്താസമ്മേളനത്തിൽ താനിതാ തെറ്റ് തിരുത്തുകയാണെന്നും താൻ ഇത്രയും കാലം വിദ്വേഷത്തിൻ്റെ ഫാക്ടറിയിൽ പ്രവർത്തിക്കുകയായിരുന്നു, അതിൻ്റെ ജാള്യം തനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സ്നേഹത്തിൻ്റെ കടയിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോഴും ഈ പറഞ്ഞതുപോലെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മുക്തമായിട്ടുണ്ടോ സന്ദീപ് വാര്യർ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പൂർണ്ണമായി മുക്തമാകാൻ കുറച്ച് സമയമെടുക്കുമെന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. കാരണം ഇന്ന് തന്നെ ചില മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഞാനെന്താ പാകിസ്ഥാൻകാരനാണോ എന്നൊരു മറുപടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്നും കോൺഗ്രസിനകത്ത് സംസാരിച്ചുകൂടാ എന്നൊരു ഒരു മനസ്സിലാക്കലിലേക്കൊക്കെ എത്താൻ കുറച്ച് സമയമെടുക്കുമായിരിക്കും. അപ്പോൾ ഈ തീവ്ര നിലപാട് ഇതുവരെ പറഞ്ഞുകൊണ്ട് ഭാഷയുടെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി എന്നാണ് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. അപ്പോൾ ഭാഷയുടെ സാധ്യതകളെ ഇത്രയും കാലം BJPയിൽ നിന്ന് വല്ലാതെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ആ സാധ്യതകൾ ഇനി കോൺഗ്രസിനെ സംബന്ധിച്ച് അത് ഒരു മൈനസ് മാർക്കായി മാറിപ്പോകരുത്. അപ്പോൾ ഭാഷ ഏത് രൂപത്തിലേക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട് എന്ന് സന്ദീപ് തന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. ഇനി ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് പാലക്കാട് നേട്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ പാലക്കാട് നേട്ടമുണ്ടാകുമോ എന്നതിനേക്കാൾ അപ്പുറം കോൺഗ്രസിലെല്ലാവരും BJPയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ദേശീയ തലത്തിൽ തന്നെ നമ്മൾ കാണുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ കണ്ടുപിടിക്കുന്നത് കൂട്ടമായി തന്നെ BJPയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ പോകുന്നു. പണം കൊടുത്താൽ വരുന്നവരാണ് നേതാക്കൾ. ഇതാണല്ലോ കോൺഗ്രസ് കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരു മറുപടി കേരളത്തിൽ നിന്ന് കൊടുക്കാൻ സാധിച്ചിരിക്കുന്നു. BJPയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലുള്ള അംഗമാണ്. നേരത്തെ പ്രധാനപ്പെട്ട ചുമതലയുണ്ടായിരുന്നു. നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ ചുമതലകൾ ധാരാളം ഉണ്ടായിരുന്നു. വക്താവ് തന്നെയായിരുന്നു. ചർച്ചകളിലെ പ്രധാന ഉറച്ച ശബ്ദമായിരുന്നു. BJPയെ പ്രതിനിധീകരിച്ചുള്ള ശക്തമായ ശബ്ദമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാളെ കോൺഗ്രസിലേക്ക് എത്തിച്ചിരിക്കുന്നു. എപ്പോൾ എത്തിച്ചിരിക്കുന്നു? തെരഞ്ഞെടുപ്പിന് 4 ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ അങ്ങനെ ഒരു ഓളം സൃഷ്ടിക്കാൻ സാധിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ദേശീയ തലത്തിലും ചർച്ചയാവുകയാണ്. കാരണം ഇവിടെ ഒരു BJPയുടെ പ്രധാനപ്പെട്ട നേതാവിനെ തെരഞ്ഞെടുപ്പിന് 4 ദിവസം മുമ്പ് ഇതാ കോൺഗ്രസിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് നേട്ടമാണ് ദേശീയ തലത്തിൽ പറയാൻ വേണ്ടി. അങ്ങനെയാണ് ദീപാദാസ് മുൻഷി അടക്കമുള്ള നേതാക്കൾ ഇന്നലെ രാത്രി പാലക്കാട് ബോർഡറിൽ ആയിരുന്നു ആ ചർച്ച എന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഈ ചർച്ച അന്തിമ രൂപത്തിലേക്ക് എത്തുന്നു. അങ്ങനെ അദ്ദേഹം കോൺഗ്രസിലേക്ക് എത്തുന്നു. ഇന്ന് വി ഡി സതീശനുമായി ഞാൻ രാവിലെ വാർത്ത വായിക്കുന്ന സമയത്ത് കുറച്ച് സമയം വി ഡി സതീശനുമായി അഭിമുഖമുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം പറയുന്നത് സന്ദീപ് വാര്യർ ഒരു സാധാരണ പ്രവർത്തകൻ ആയിരിക്കില്ല, എന്തായാലും മുൻനിരയിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. അതിനുശേഷം ഞാൻ ചർച്ച നടത്തുന്ന സമയത്ത്, ഇതിപ്പോൾ 8 മണിക്ക് ചർച്ച നടത്തുന്ന സമയത്താണ് അദ്ദേഹം മാധ്യമ വിഭാഗത്തിലേക്ക് തന്നെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി കോൺഗ്രസ് പ്രതിനിധിയായി ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരാളായി നമുക്ക് സന്ദീപ് വാര്യരെ കാണാം വരും ദിവസങ്ങളിൽ. പാലക്കാട്ടേക്ക് ഇനി ഞാൻ പ്രചാരണത്തിനില്ല എന്ന് C കൃഷ്ണകുമാറിനോട് പറഞ്ഞ സന്ദീപ് വാര്യർ, കസേര ലഭിക്കാതെ അപമാനിതനായി പോയ സന്ദീപ് വാര്യർ പാലക്കാട്ടേക്ക് പ്രചാരണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നിതാ റോഡ് ഷോയിൽ അദ്ദേഹം പങ്കാളിയായിരിക്കുന്നു. അപ്പോൾ അത് ഒരു ഓളം സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ മൂത്താൻ സമുദായത്തിലൊക്കെ വലിയ സ്വാധീനമുള്ള ഒരാളാണ് സന്ദീപ് വാര്യർ എന്നൊന്നും ഞാൻ കരുതുന്നില്ല. സന്ദീപ് വാര്യർ ആയിട്ട് തന്നെയാണ് ഇത്രയും കാലം നമ്മൾ അറിഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ, ഈ പിണങ്ങി പോകുന്ന ഘട്ടത്തിലാണ് എൻ്റെ
അമ്മ മൂത്താൻ സമുദായമാണ് എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്നത്. ഒരുപക്ഷെ BJPക്ക് അകത്ത് ആ ചർച്ചകളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ കേരളത്തിൽ പൊതുവേ അങ്ങനെ ഒരു അറിവുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോഴാണ് അത് അറിഞ്ഞത്. മൂത്താൻ സമുദായത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരാളാണ് അദ്ദേഹം എന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ നാളെ ഇതിലപ്പുറം ഇനിയും നാടകീയമായ ചില കാര്യങ്ങൾ കൂടി സംഭവിക്കാനിരിക്കുന്നു എന്ന ചില സൂചനകൾ കൂടിയുണ്ട്. കാരണം മുനിസിപ്പാലിറ്റി 2 ടേമായി BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയിലും ഒരു ഇളക്കം സൃഷ്ടിക്കാൻ സന്ദീപിന് കഴിഞ്ഞു എന്നതിൻ്റെ സൂചനകൾ ലഭിക്കുന്നു. കുറച്ചു പേർ കൂടി മറുകണ്ഠം ചാടാനിരിക്കും, കോൺഗ്രസിലേക്ക് മാറാനിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ മുനിസിപ്പാലിറ്റി ഭരണത്തിൽ തന്നെ ഒരു മാറ്റമുണ്ടാക്കുന്ന തരത്തിലേക്ക് അത് മാറുമോ അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിൽ സന്ദീപ് വാര്യർ ഒരു ചെറിയ നീക്കമല്ല നടത്തിയത്. BJPയെ സംബന്ധിച്ച് ഒരു ചലനം ഉണ്ടാക്കില്ല എന്ന് കെ സുരേന്ദ്രൻ പറയുമ്പോൾ അപ്പോൾ ചലനം ഉണ്ടാക്കുമോ എന്നുള്ളത് നാളെ അറിയുള്ളൂ. സന്ദീപ് വാര്യർ ഈ പറഞ്ഞതുപോലെ പാലക്കാട് വലിയൊരു ചലനം ഉണ്ടാക്കുന്ന ഒരു മാറ്റമായിട്ടൊന്നും കാണുന്നില്ല. ഓളം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പുറത്ത് ചർച്ചകളിൽ കാണുന്ന സന്ദീപ് വാര്യർ അല്ല, അപ്പുറത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ നേതാക്കളുമായിട്ടും അല്പം ബന്ധമൊക്കെ പുലർത്തുന്ന ഒരു നേതാവായിട്ടാണ് അദ്ദേഹത്തെ നേതാക്കൾ തന്നെ കാണുന്നത്. ഞാൻ രമേശ് ചെന്നിത്തലയുമായി അന്ന് സംസാരിക്കുന്ന ഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയും പറയുന്നു നല്ല വ്യക്തിയാണ്, നല്ല മിടുക്കനായ ചെറുപ്പക്കാരനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരൊക്കെയായിട്ട് നല്ല ബന്ധമുണ്ട്. ഇപ്പോൾ AK ബാലനും അദ്ദേഹത്തെ ഒരു ഭാവിയിലെ സഖാവായി കാണാനുള്ളൊരു കാരണം സന്ദീപുമായിട്ടൊക്കെ നല്ല വ്യക്തിപരമായ ബന്ധമുണ്ടാകും എന്നതുകൊണ്ട് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ നേതാക്കളുമായി ഒരു ബന്ധം സൂക്ഷിക്കാൻ സന്ദീപിന് സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയൊരു പ്രതികരണം ആ നേതാക്കളിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയൊരു ബന്ധം അവിടെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില സംഘടനകളുമായിട്ടും ഈ സന്ദീപിന് നല്ല ബന്ധമുണ്ട്. ഇപ്പോൾ പാലക്കാട് തന്നെ ഇപ്പോൾ ന്യൂനപക്ഷമായി ബന്ധപ്പെട്ട ചില സംഘടനകളുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ട്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു ഇന്ന് VD സതീശനോട്. ഇപ്പോൾ അത് ഉപയോഗിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഒരു നേട്ടമായി അവർ കാണുന്നുണ്ട്. ഇനി ഒരു മറ്റൊരു കാര്യം, CPMൻ്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണമായി വന്നിരുന്നത് ഡീലുണ്ട്, കോൺഗ്രസും BJPയും തമ്മിൽ ഡീലുണ്ട് എന്നൊരു ആരോപണമാണല്ലോ. അപ്പോൾ ആ ആരോപണം അവിടെ പൊളിയുന്നു എന്നൊരു വസ്തുത കൂടിയുണ്ട്. കാരണം BJPയിൽ തന്നെ ഇളക്കം സൃഷ്ടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഒരാളെ ഇങ്ങോട്ടേക്ക് എത്തിക്കുമ്പോൾ എങ്ങനെയാണ് BJPയുമായ ഡീൽ എന്ന വാദം ഇനി ഉന്നയിക്കാൻ പറ്റുക? അതിന് CPMന് ഉന്നയിക്കാൻ പറ്റില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട നേട്ടമായി കോൺഗ്രസ് കാണുകയാണ്. ഇനി എന്താണ് സന്ദീപിന് കോൺഗ്രസിൽ കിട്ടാൻ പോകുന്നത്? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഷൊർണൂർ കിട്ടാം, അല്ലെങ്കിൽ ഒറ്റപ്പാലം കിട്ടാം. ഒറ്റപ്പാലം നേരത്തെ സരിന് വേണ്ടി മാറ്റിവെച്ചിരുന്ന ഒറ്റപ്പാലം ഇനി ഒരുപക്ഷെ സന്ദീപ് വാര്യർക്ക് കിട്ടാം. അപ്പോൾ അവരെ സംബന്ധിച്ച് അവിടെയുള്ള കോൺഗ്രസ് നേതാക്കളെ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. ബൽറാം ആയാലും ഷാഫി ആയാലും ഇപ്പോൾ ഇനിയിപ്പോൾ രാഹുൽ ജയിക്കുകയാണെങ്കിൽ രാഹുൽ ആയാലും ഇവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ അവിടെ ഒരാളെ പ്രതിഷ്ഠിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് പ്ലസ് ആണ്. അപ്പോൾ സന്ദീപ് വാര്യർ വന്ന് അവിടെ ഒരു നേട്ടമുണ്ടാക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ സന്ദീപിന് സ്വാധീനമുള്ള മേഖലയിൽ കൂടിയുള്ള ആളുകളെ കൂടി ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ അത് കോൺഗ്രസിൻ്റെ നേട്ടമാണ്. അപ്പോൾ അതീവ രഹസ്യമായി ഈ ചർച്ചകളൊക്കെ നടത്താനും ഇങ്ങോട്ടേക്ക് എത്തിക്കാനും കഴിഞ്ഞു എന്നുള്ളൊരു നേട്ടമായിരിക്കുന്നു. അതേസമയം ഇനി വക്താവ് എന്ന നിലയ്ക്ക് കോൺഗ്രസ് വക്താവ് എന്ന നിലയ്ക്ക് സന്ദീപ് വാര്യർ വരുമ്പോൾ അത് ഇനി എങ്ങനെയായിരിക്കും? അദ്ദേഹത്തിന് ഇടയ്ക്ക് പെട്ടെന്ന് ഞാൻ എവിടെയാണ് എന്നൊരു തോന്നലുണ്ടാകുമോ എന്നൊക്കെയുള്ള സംശയം അവിടെ നിൽക്കുന്നുണ്ട്. ഇത് കോൺഗ്രസ് പ്രവർത്തകർ എങ്ങനെ ഉൾക്കൊള്ളുമോ എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ സരിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ സരിൻ നേരത്തെ പിണറായി വിജയനെതിരെ എത്ര രൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തി, എന്തൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടു. ആ പോസ്റ്റുകൾ താൻ നീക്കം ചെയ്യുന്നില്ല എന്ന് കൂടി സരിൻ പറയുകയും ചെയ്തു. ആ പോസ്റ്റുകൾ അവിടെ നിൽക്കുന്നു. ആ പോസ്റ്റുകൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന മിടുമിടുക്കനായ ചെറുപ്പക്കാരനെന്ന സരിനെ അഭിസംബോധന ചെയ്യുകയാണ്, സരിന് വേണ്ടി പ്രചാരണം നടത്തുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് രാഷ്ട്രീയം. അപ്പോൾ ഇതിൽ നിലപാട് എന്നുള്ളത് അന്നന്നത്തെ ഓരോ നേതാക്കളെയും സംബന്ധിച്ച് അവരുടെ വ്യക്തിപരമായ നേട്ടവുമായി ബന്ധപ്പെട്ടൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ സീറ്റ് അല്ലെങ്കിൽ നല്ലൊരു സ്ഥാനം, ഒരു അപമാനിക്കാത്തൊരു സാഹചര്യം, ഇതൊക്കെ എല്ലാ നേതാക്കളും ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കെ മുരളീധരനെ സംബന്ധിച്ച് കെ മുരളീധരൻ കുറച്ചുകൂടി ശക്തമായി പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, കുറച്ചുകൂടി നേരത്തെ ആയിരുന്നെങ്കിൽ അവിടെ വന്ന് പ്രിയങ്കയ്ക്ക് വേണ്ടി പ്രചാരണം നടത്തിക്കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഒരു ക്ഷമാപണമായി അത് മാറിയേനെ എന്ന രൂപത്തിൽ പറയുകയുണ്ടാക്കി കെ മുരളീധരൻ. അതേസമയം ഇവിടെ തന്നെ നിൽക്കണം എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. അപ്പോഴും ഇനി പുറകോട്ട് തിരിഞ്ഞു നോക്കണം. ഇപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്താലും ഫ്ലാഷ് ബാക്കിലേക്ക് നോക്കാതിരിക്കുന്നതാണ് നല്ലത്. നോക്കുമ്പോൾ എല്ലാവരും പെടുന്ന ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നു. പാലക്കാട് തരത്തിൽ നാടകീയമായി നേരത്തെ പറഞ്ഞ കത്ത് വിവാദത്തിൽ തുടങ്ങി ഇപ്പോൾ ഇവിടെ ഈ സന്ദീപ് വാര്യർ എത്തി നിൽക്കുമ്പോൾ നാളെ എന്താണ് നാടകീയമായ സംഭവവികാസങ്ങൾ എന്നാണ്. നാളെ കൂടിയേ ഉള്ളൂ, മറ്റന്നാൾ ഇനി കൊട്ടിക്കലാശമാണല്ലോ. അപ്പോൾ നോക്കാം നാളെ ഇനി എന്താണ് സംഭവിക്കുകയെന്ന്. BJPയെ സംബന്ധിച്ച് ഒരു ചലനവും സൃഷ്ടിക്കില്ല എന്ന് പറയുന്നു. BJPക്കെതിരെ വലിയ ആരോപണങ്ങളും സന്ദീപ് ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ രഞ്ജിത്ത് ശ്രീനിവാസിന്റെ മരണവുമായി ബന്ധപ്പെട്ടൊക്കെ എങ്ങനെയാണ് ഒരു മുതിർന്ന അഭിഭാഷകനെ പോലും സുപ്രീം കോടതിയിൽ വാദിക്കാൻ വിട്ടില്ലല്ലോ എന്ന
കാര്യം ചോദിക്കുന്നു. മറ്റൊരു കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വന്നപ്പോൾ അവിടെ BJP നേതാക്കൾക്കൊക്കെ ജീവന് ഭീഷണിയുണ്ടായി. അപ്പോൾ എല്ലാ നേതാക്കളെയും ഫോണിൽ വിളിച്ച് അറിയിച്ചു, ശ്രദ്ധിക്കണമെന്ന് അറിയിച്ചു. പക്ഷേ തന്നെ മാത്രം അറിയിച്ചില്ല. അപ്പോൾ താൻ കൂടി ഒരു ബലിദാനിയാകട്ടെ എന്ന് പാർട്ടി അന്ന് ഉദ്ദേശിച്ചിരുന്നോ എന്നതൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സന്ദീപ് പറയുന്നത്. ഇനിയിപ്പോൾ BJPയുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ഇനി സന്ദീപ് പറയാനിരിക്കുന്നു. അത് പറയാനുള്ള ഒരു അവസരമാണോ ഇനി കോൺഗ്രസ് കൊടുക്കുക, അതോ കോൺഗ്രസിന് വേണ്ടി വാദിക്കാനാണോ ഇനി സന്ദീപ് ഇറങ്ങേണ്ടതെന്ന് കോൺഗ്രസ് പറയുക? ഇതൊക്കെ അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇന്നലെ വരെ ഇരുന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ നേതാവിനെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ടാകുമെന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ സന്ദീപാണത് അതിൽ തീരുമാനമെടുക്കുക. BJPയെ സംബന്ധിച്ച് ഇപ്പോൾ ഇതൊരു ചലനം ഉണ്ടാക്കുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ ഒരു ചലനം, ഒരു ഓളം ഉണ്ടാക്കി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തിരഞ്ഞെടുപ്പിൽ അത് എത്രത്തോളം പ്രതിഫലിക്കുമെന്നുള്ള കാര്യം എനിക്കറിയില്ല. ഈ പറഞ്ഞ പോലെ മൂത്താൻ സമുദായം ഒന്നായി സന്ദീപിനൊപ്പം പോകുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഇതൊരു സർജിക്കൽ സ്ട്രൈക്കാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതൊരു പ്രതീക്ഷിക്കാത്ത ഒരു ഞെട്ടലുണ്ടാക്കിയ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഞെട്ടലുണ്ടാക്കിയ, അല്പം ആലോചിച്ച് പ്രതികരിക്കാൻ ഇടയാക്കിയ ഒരു സംഭവം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. Meet the editors.